കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു വിജയ് നായകനായെത്തിയ വാരിസ്. ഈ ചിത്രത്തിൽ ഖുശ്ബുവും അഭിനയിച്ചിരുന്നു. എന്നാൽ ആ സീനുകൾ സിനിമയുമായി സിങ്ക് ആകാത്തതുകൊണ്ട് ആ ഭാഗം മൊത്തമായി മാറ്റിയിരുന്നു. നായിക നിരയിൽ നിന്ന് മാറിയപ്പോഴും തനിക്ക് പ്രാധാന്യമുള്ള സിനിമകളായിരുന്നു ഖുശ്ബു ചെയ്തത്. എന്നാൽ വിജയ് ചിത്രം വാരിസിൽ നിന്ന് ഖുശ്ബുവിന്റെ സീനുകൾ ഒഴിവാക്കിയതും ചർച്ചയായിരുന്നു. വിജയുടെ ഹിറ്റ് സിനിമയായ വാരിസിൽ ശരത് കുമാർ, ജയസുധ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ ഖുശ്ബു അഭിനയിക്കുന്നതും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ ഖുശ്ബുവിന്റെ സീനുകൾ സിനിമയിൽ ഉണ്ടായില്ല. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഖുശ്ബു ഇപ്പോൾ. സിനിമയുടെ ദൈർഘ്യം കൂടിയതുകൊണ്ട് ആ സീനുകൾ ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് ഖുശ്ബു പറയുന്നത്. തമിഴിലെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഖുശ്ബുവിന്റെ പ്രതികരണം. കഥയിൽ മറ്റൊരു ട്രാക്കായിരുന്നുവെന്നും അവസാനം കുടുംബവുമായി കണക്ട് ചെയ്യുന്ന ട്രാക്കായിരുന്നു വളരെ ഇമോഷണൽ ആയത്. തനിക്ക് മറ്റാരുടെ കൂടെയും ഒരു ഷോട്ടുമില്ല. സംവിധായകൻ വംശി നേരിൽ വന്ന് തന്നോട് സംസാരിച്ചുവെന്നുമാണ് ഖുശ്ബു പറയുന്നത്. ദൈർഘ്യം കൂടുതലാണ്, വേറെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റാരുടെ കൂടെയും കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കട്ട് ചെയ്യാമെന്നാണ് സംവിധായകൻ വംശി പറഞ്ഞത്. അതിനുശേഷം തന്നെ ഒരു ഫ്രെയിം പോലും ഉണ്ടാകരുതെന്ന് വംശിയോട് പറഞ്ഞുവെന്നും ഖുശ്ബു പറയുന്നുണ്ട്. അതനുസരിച്ച് ഒരു ഫ്രെയിം പോലും വെക്കില്ല എന്ന് സംവിധായകനും ഉറപ്പ് നൽകി. നിങ്ങളെ അപമാനിക്കില്ല എന്ന് വംശി പറഞ്ഞതായും ഖുശ്ബു കൂട്ടിച്ചേർക്കുന്നു. സിനിമ റിലീസ് ചെയ്ത ശേഷം വിജയും താനും തമ്മിൽ കണ്ടുവെന്നും ആ സീനുകൾ എത്ര ബ്രില്യന്റ് ആയിരുന്നുവെന്ന് വിജയ് അപ്പോൾ പറഞ്ഞുവെന്നും ഖുശ്ബു പറയുന്നുണ്ട്. താനും വിജയും ശരിക്കും ഒരു സീനിൽ കരഞ്ഞിരുന്നുവെന്നും പക്ഷേ ആ സീനുകളെല്ലാം ഒഴിവാക്കേണ്ടി വന്നുവെന്നും ഖുശ്ബു വ്യക്തമാക്കി. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ഖുശ്ബു പറയുന്നുണ്ട്. നടൻ അജിത് കുമാർ തന്റെ അടുത്ത സുഹൃത്താണെന്നും ഖുശ്ബു വ്യക്തമാക്കി. വിജയ് സേതുപതിയുടെ ഫാനാണ് താനെന്നും ഖുശ്ബു അഭിമുഖത്തിൽ പറയുന്നു. രജനീകാന്ത് ചിത്രമായ അണ്ണാത്തയിൽ തനിക്ക് പ്രാധാന്യം കുറഞ്ഞതിനെക്കുറിച്ചും ഖുശ്ബു സംസാരിക്കുന്നുണ്ട്. സിനിമ ചർച്ച ചെയ്യുമ്പോൾ തന്റെയും മീനയുടെയും കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ടായിരുന്നുവെന്നും രജനീകാന്തിന് നായികയെ ചെറിയ ആർട്ടിസ്റ്റ് ആയിരിക്കുമെന്ന് കരുതി, എന്നാൽ വലിയ താരം നായികയെ എത്തിയപ്പോൾ കഥയിൽ മാറ്റം വന്നുവെന്നുമാണ് ഖുശ്ബു പറയുന്നത്. അതോടെയാണ് തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യമില്ലാതെയായത്. അതൊരു അനുഭവമായി എടുക്കുന്നുവെന്നും ഖുശ്ബു വ്യക്തമാക്കുന്നു. രജനീകാന്ത്, കീർത്തി സുരേഷ് എന്നിവർ പ്രധാന വേഷം ചെയ്ത അണ്ണാത്തയിൽ നയൻതാരയാണ് രജനീകാന്തിന്റെ നായികയായി അഭിനയിച്ചത്. അതേസമയം നയൻതാരയുടെ പേര് ഖുശ്ബു പരാമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ബാലതാരമായി സിനിമയിലേക്ക് എത്തി പിന്നീട് സൗത്ത് ഇന്ത്യ മുഴുവൻ തരംഗമായി മാറിയ നടിയാണ് ഖുശ്ബു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 200-ലധികം സിനിമകളുടെ ഭാഗമായ ഖുശ്ബു സിനിമാ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന താരം കൂടിയാണ്. ഒരു കാലത്ത് താരറാണിയായിരുന്ന ഖുശ്ബുവിൽ നിന്നും സിനിമാ ലോകത്ത് തന്റേതായ ഒരു ഇടം സ്വന്തമായുണ്ട്. രാഷ്ട്രീയത്തിലും ഖുശ്ബു ഇന്ന് സജീവ സാന്നിധ്യമാണ്. ഒരു കാലത്ത് തമിഴകത്ത് ഏറ്റവും താരമൂല്യമുള്ള നടി കൂടിയായിരുന്നു ഖുശ്ബു. അക്കാലത്തെ സൂപ്പർ താരങ്ങൾക്കെല്ലാം ഒപ്പം ഖുശ്ബു അഭിനയിച്ചു. ഖുശ്ബുവിനോടുള്ള ആരാധന കൂടി ആരാധകർ നടിക്ക് ക്ഷേത്രം വരെ പണിതിരുന്നു. ഖുശ്ബുവിന്റെ പേരിൽ ഭക്ഷണ വിഭവങ്ങൾ വരെ അറിയപ്പെട്ട കാലഘട്ടം കൂടിയായിരുന്നു അത്. 2010 രാഷ്ട്രീയ പ്രവേശനം നടത്തിയെങ്കിലും 2021 പുറത്തിറങ്ങിയ അണ്ണാത്തെ എന്ന രജനി ചിത്രത്തിലൂടെ വീണ്ടും സിനിമയിൽ സജീവമാകുകയായിരുന്നു ഖുശ്ബു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.